ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. നമ്മൾ ഏത് പാഠമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്? ഒരു വിദ്യാലയ കഥ അല്ലേ? ഒരു വിദ്യാലയ കഥ ആരുടെയാണ്? APJ അബ്ദുൽ കലാമിൻ്റെ. അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലത്ത് ഒരു വിദ്യാലയത്തിൽ, അദ്ദേഹം പഠിച്ചുകൊണ്ടിരുന്ന വിദ്യാലയത്തിൽ വെച്ച് ഉണ്ടായ ഒരു സംഭവത്തെക്കുറിച്ചിട്ടാണ് പാഠഭാഗത്ത് പറയുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളതിൻ്റെ അർത്ഥം, വിപരീതം ഒക്കെ നോക്കിയല്ലേ? ഇനി നമുക്ക് നോക്കാനുള്ളത് പര്യായമുണ്ട്, പിരിച്ചെഴുതുകളുണ്ട്, ക്വസ്റ്റ്യൻ ആൻസേഴ്സും ഉണ്ട്. അപ്പോൾ പര്യായത്തിൽ ഫസ്റ്റ് വരുന്നത് ഏതാണ് നോക്കൂ. ദിവസം എന്നാണ്. ദിവസം പര്യായം എന്താണ്? ദിവസം എന്ന് പറഞ്ഞാൽ ദിനം. ഹിന്ദിയിൽ നമ്മൾ ദിൻ എന്നൊക്കെ പറയില്ലേ, കേട്ടിട്ടുണ്ടായിരിക്കും നിങ്ങൾ. ദിനം, വാസരം അതാണ്. അപ്പോൾ ദിവസത്തിൻ്റെ പര്യായം ദിനം, വാസരം. മുഖം പര്യായം എന്താണ്? ആസ്യം, ആനനം. അധ്യാപകൻ പര്യായം ഉപാധ്യായൻ, ഗുരുഭൂതൻ. എന്താണ് അത്? കുറച്ച് എഴുതി പഠിക്കേണ്ട വാക്കാണ് കേട്ടോ, കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള വാക്കാണ്. ഉപാധ്യായൻ, ഗുരുഭൂതൻ. പിന്നെ ചങ്ങാതി പര്യായം സുഹൃത്ത്, കൂട്ടുകാരൻ. സുഹൃത്ത്, കൂട്ടുകാരൻ. പിരിച്ചെഴുതുക നോക്കൂ. പുത്രനായിരുന്നു. എങ്ങനെ പിരിച്ചെഴുതുക? അത് നിങ്ങൾക്ക് വളരെ അറിയുന്നതാണ്. എങ്ങനെ പിരിച്ചെഴുതുക? പുത്രൻ പ്ലസ് ആയിരുന്നു. അർത്ഥമുള്ള രണ്ട് വാക്കുകളായിട്ട് അതിനെ നമ്മൾ പിരിക്കുന്നു അല്ലേ? പുത്രൻ പ്ലസ് ആയിരുന്നു. തൊട്ടടുത്താണ്. തൊട്ടടുത്ത് പ്ലസ് ആണ്. രസിച്ചില്ല. എങ്ങനെ പിരിച്ചെഴുതുക? രസിച്ചു പ്ലസ് ഇല്ല. വളരെ കാലം. എങ്ങനെ പിരിച്ചെഴുതുക? വളരെ പ്ലസ് കാലം അല്ലേ? വളരെ എളുപ്പമുള്ളതാണ്. 4 കേട്ടോ പിരിച്ചെഴുതുക. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ്. നോക്കൂ. അബ്ദുൽ കലാമിൻ്റെ ചങ്ങാതി ആരായിരുന്നു? രാമനാഥ ശാസ്ത്രി ആയിരുന്നു അബ്ദുൽ കലാമിൻ്റെ ചങ്ങാതി. ആരായിരുന്നു ചങ്ങാതി അബ്ദുൽ കലാമിൻ്റെ? രാമനാഥ ശാസ്ത്രി ആയിരുന്നു അബ്ദുൽ കലാമിൻ്റെ ചങ്ങാതി. അടുത്തത് നോക്കൂ. പാക്ഷി ലക്ഷ്മണ ശാസ്ത്രി ആരാണ്? രാമേശ്വരം ക്ഷേത്രത്തിലെ മുഖ്യ പുരോഹിതനായിരുന്നു പാക്ഷി ലക്ഷ്മണ ശാസ്ത്രി. ഇപ്പോൾ രാമേശ്വരം ക്ഷേത്രത്തിലെ മുഖ്യ എന്ന പ്രധാനപ്പെട്ട ഒരു പുരോഹിതനായിരുന്നു പാക്ഷി ലക്ഷ്മണ ശാസ്ത്രി. അബ്ദുൽ കലാമിൻ്റെ ഉള്ളിൽ മായാതെ കിടന്നതെന്ത്? ഉള്ളിൽ എന്ന് പറഞ്ഞാൽ മനസ്സിൽ നർത്തം. ഉള്ളം എന്ന് പറഞ്ഞാൽ മനസ്സെന്നല്ലേ? അബ്ദുൽ കലാമിൻ്റെ ഉള്ളിൽ മായാതെ കിടന്നതെന്ത്? ഉള്ളിൽ എന്ന് പറഞ്ഞാൽ എന്താ? മനസ്സിൽ. രാമനാഥൻ്റെ വിതുമ്പുന്ന മുഖമായിരുന്നു അബ്ദുൽ കലാമിൻ്റെ ഉള്ളിൽ മായാതെ കിടന്നത് അല്ലേ? രാമനാഥൻ്റെ വിതുമ്പുന്ന മുഖമായിരുന്നു അബ്ദുൽ കലാമിൻ്റെ മനസ്സിൽ മായാതെ കിടന്നത്. ലക്ഷ്മണ ശാസ്ത്രി അധ്യാപകനോട് ആവശ്യപ്പെട്ടതെന്ത്? എന്താണ് ആവശ്യപ്പെട്ടത്? പാക്ഷി ലക്ഷ്മണ ശാസ്ത്രി എന്താണ്? അധ്യാപകനെ വീട്ടിലേക്ക് വിളിപ്പിച്ചിട്ട് എന്താണ് പറഞ്ഞത്? ശ്രദ്ധിച്ചു കേട്ടോളൂ. നിഷ്കളങ്കരായ കുട്ടികളുടെ മനസ്സിൽ സാമൂഹിക അസമത്വത്തിൻ്റെയും അസഹിഷ്ണുതയുടെയും വിഷം പരത്തരുത് എന്നാണ് ലക്ഷ്മണ ശാസ്ത്രി അധ്യാപകനോട് ആവശ്യപ്പെട്ടു. എന്താ? നിഷ്കളങ്കരായ കുട്ടികളുടെ മനസ്സിൽ സാമൂഹിക അസമത്വത്തിൻ്റെയും അസഹിഷ്ണുതയുടെയും വിഷം പരത്തരുത് എന്നാണ് പാക്ഷി ലക്ഷ്മണ ശാസ്ത്രി അധ്യാപകനോട് ആവശ്യപ്പെട്ടത്. പൂരിപ്പിക്കുക കേട്ടോ. ഇത് പരീക്ഷയ്ക്കൊക്കെ വരും. പൂരിപ്പിക്കുക കേട്ടോ, ശ്രദ്ധിച്ചോളൂ. നിഷ്കളങ്കരായ കുട്ടികളുടെ മനസ്സിൽ ഡാഷ് ഡാഷ് വിഷം പരത്തരുത് എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ തന്നെ ഇപ്പം നമ്മൾ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് പഠിച്ചില്ലേ? എന്താണ്? സാമൂഹിക അസമത്വത്തിൻ്റെയും അസഹിഷ്ണുതയുടെയും വിഷം പരത്തരുതെന്ന് പറഞ്ഞു. ആരാ പറഞ്ഞത്? ലക്ഷ്മണ ശാസ്ത്രി അല്ലേ? അപ്പം ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ്. വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ് കേട്ടോ. 4ാമത്തെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ക്വസ്റ്റ്യൻ മാത്രമാണ്, ഉത്തരം മാത്രമാണ് കുറച്ച് വലുത്. എന്താണ് അതിൻ്റെ ഉത്തരം ഒന്നുകൂടി ഞാൻ പറയാം. ലക്ഷ്മണ ശാസ്ത്രി അധ്യാപകനോട് ആവശ്യപ്പെട്ടത് എന്താണ്? നിഷ്കളങ്കരായ കുട്ടികളുടെ മനസ്സിൽ സാമൂഹിക അസമത്വത്തിൻ്റെയും അസഹിഷ്ണുതയുടെയും വിഷം പരത്തരുതെന്ന് പാക്ഷി ലക്ഷ്മണ ശാസ്ത്രി അധ്യാപകനോട് ആവശ്യപ്പെട്ടു. അത്രയേ ഉള്ളൂ. അപ്പം ആരാണ് കൂട്ടുകാരൻ?
അബ്ദുൽ കലാമിൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരൻ ആരായിരുന്നു? രാമനാഥ ശാസ്ത്രി. ഇനി പാക്ഷി ലക്ഷ്മണ ശാസ്ത്രി ആരായിരുന്നു? രാമേശ്വരം ക്ഷേത്രത്തിലെ മുഖ്യ പുരോഹിതനാണ് പാക്ഷി ലക്ഷ്മണ ശാസ്ത്രി. അബ്ദുൽ കലാമിൻ്റെ മനസ്സിൽ മായാതെ കിടന്നത് എന്താണ്? രാമനാഥൻ്റെ വിതുമ്പുന്ന മുഖമായിരുന്നു അബ്ദുൽ കലാമിൻ്റെ മനസ്സിൽ മായാതെ കിടന്നത്. അത്രേ ഉള്ളൂ നമ്മുടെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് പഠിക്കണം, എഴുതി പഠിച്ചോളൂ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് എല്ലാം. പിന്നെ പദ്യം 4 വരി നന്നായിട്ട് എഴുതി പഠിക്കും. അപ്പം നമുക്കിനി വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം. നന്ദി, നമസ്കാരം.